ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ പോർക്ക് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോർക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ബാക്കി മസാലയൊക്കെ ചേർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയും കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ കൊച്ചിട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറ്റുന്ന പോലെ എനിക്ക് ഇപ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്ന് നടുവേ കീറിയിട്ടുള്ളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അതായത് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടണം. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ പന്നി വേവിക്കുമ്പം അതിലും ഇട്ടിട്ടുണ്ട് 1/2 സ്പൂൺ കേട്ടോ. അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടണം. പിന്നെ നമുക്കൊരു ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പോർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും കൂടി ചെയ്യണ കാരണം ചില സമയത്ത് ഓണാക്കാൻ വിട്ടുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം വേണ്ടെന്നുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. എരിവ് ഒത്തും കൂടി വേണ്ടെന്നുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ പന്നിയിറച്ചിയുടെ റോസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. പിന്നെ എൻ്റെ വീഡിയോസും എൻ്റെ അവതരണ രീതിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം നമുക്കിതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള